ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോക ശ്രദ്ധ ആകർഷിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ കഴിഞ്ഞ 8 വർഷങ്ങളിൽ വലിയ മാറ്റമുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോക ശ്രദ്ധ ആകർഷിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ പ്രതിരോധ സേന സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ എല്ലാ മേഖലകളിലും ശക്തമായ വനിതാ സാന്നിധ്യമുണ്ടെന്നതിൽ അഭിമാനമുണ്ടെന്ന് അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിലും വനിതാ സൈനികർ സേവനം ചെയ്യുന്നുവെന്ന് പറഞ്ഞ രാഷ്ട്രപതി, രാജ്യം ആദ്യം എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ള അഭിമാനകരമായ കടമയാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. I am also delighted to know that there are some women officers among you attending this course. I hope that the number of women officers in this course will rise in the near future. Women are already making their mark in every field, including our armed forces. I was glad to meet the women officers deployed in Siachen, the world's highest battlefield. ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും 100-ലധികം രാജ്യങ്ങളുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതി രാജ്യം എന്ന നിലയിൽ ലോകം ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി പ്രതിരോധ സേനാ സ്റ്റാഫ് കോളേജിലെ സ്മാരകത്തിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി. കോളേജിലെ ട്രെയിനികളുമായും ശ്രീമതി മുർമു ആശയവിനിമയം നടത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, സംഭാൽ സംഭവം എന്നിവ ഉയർത്തിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും പ്രതിഷേധമുയർത്തിയത്. മുദ്രാവാക്യമുയർത്തി ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK MPമാരോട് സ്പീക്കർ ഓം ബിർള സീറ്റുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ വഴങ്ങിയില്ല. കീഴ്വഴക്കങ്ങൾ പാലിച്ചു മാത്രമേ ഇത്തരം പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുക്കാനാകൂ എന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കൈക്കൂലി ആരോപണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി ആവശ്യപ്പെട്ടെങ്കിലും രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ഇതിന് വഴങ്ങിയില്ല. പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് പിരിഞ്ഞ സഭ 12 മണിക്ക് വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടരുകയായിരുന്നു. സഭ സജീവമായ ചർച്ചകൾക്കുള്ള വേദിയാണെന്നും നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും സഭാധ്യക്ഷൻ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതേ തുടർന്ന് ജഗ്ദീപ് ധൻഖർ സഭ നിർത്തിവെക്കുകയായിരുന്നു. I urge you all to embrace the spirit of meaningful dialogue. Let us return to tradition of thoughtful discussion. Allow me to take agenda of the day. Be assured you shall have opportunity to raise all issues. Parliament is a platform for productive discussion. The House stands adjourned to meet at 11 a.m. on Friday. വയനാട് MPയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. മഹാരാഷ്ട്രയിലെ നന്ദേഡ് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചവാൻ രവീന്ദ്ര വസന്ത റാവുവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. UN സുരക്ഷാ കൌൺസിലിന്റെ വിപുലീകരണത്തിനും അതിൽ സ്ഥിരാംഗത്വം നേടുന്നതിന് അംഗരാജ്യങ്ങളുടെ പിന്തുണ നേടാനും ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. സുരക്ഷാ കൌൺസിൽ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഉഭയകക്ഷി ബഹുരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഇന്ത്യ സജീവമായി ഇടപെടുന്നതായും അദ്ദേഹം പറഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ ഗ്രൂപ്പായ G4 അംഗത്വത്തിലൂടെയും ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലൂടെയും ഈ ശ്രമം തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുകയാണെന്നും ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. കാനഡയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ സംഘടനകൾക്കെതിരെ കാര്യക്ഷമമായ നടപടിയെടുക്കാൻ കനേഡിയൻ സർക്കാരിനോട് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്പര വിശ്വാസത്തിനും ബഹുമാനത്തിനും ഊന്നൽ നൽകി അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതാണ് ഇന്ത്യയുടെ സമീപനമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് റാഞ്ചിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ സോറന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവായ ഹേമന്ത് സോറൻ ഇത് 4ാം തവണയാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയാകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 81 അംഗ നിയമസഭയിൽ INDI സഖ്യത്തിന് 56 സീറ്റുകൾ ലഭിച്ചിരുന്നു. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ കഴിഞ്ഞ 8 വർഷങ്ങളിൽ വലിയ മാറ്റമാണുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ 6ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോവളത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2024 കേരളത്തിൽ 6100 സ്റ്റാർട്ടപ്പുകളാണ് ഉള്ളതെന്നും 62,000-ലേറെ പേർക്ക് തൊഴിൽ നൽകാൻ ഇതിലൂടെ സാധിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മുന്നേറ്റവും നിക്ഷേപ സാധ്യതകളും 3 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയാവും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ ചരിത്രത്തോടും സംസ്കാരത്തോടും വിദേശികൾ കാണിക്കുന്ന താൽപര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ സംസ്കാരം ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് വിദേശ സന്ദർശനങ്ങളിലെ കാഴ്ചകൾ പങ്കുവച്ചുകൊണ്ട് സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അസംഘടിത മേഖലയിലെ 30,40,00,000-ത്തോളം തൊഴിലാളികൾ ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. ഇത് രാജ്യത്തെ അസംഘടിത തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ 67 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി തോഖർ സാഹു ഇക്കാര്യം അറിയിച്ചത്. നഗരങ്ങളിലെ വഴിയോര കച്ചവടക്കാർക്ക് 50,000 രൂപ വരെ ഈടില്ലാതെ പ്രവർത്തന മൂലധന വായ്പാ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 13,000 കോടി രൂപയുടെ 93 ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. വർണ്ണാഭമായ സമാപന ചടങ്ങുകൾ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ മയൂരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ മാസം 20-ന് ആരംഭിച്ച മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 180ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ലക്നൌവിൽ നടക്കുന്ന സയ്യദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു വിജയിച്ചു. ഇറ ശർമ്മയെ ടൈ ബ്രേക്കറിൽ 21-10, 12-21, 21-15 എന്ന സ്കോറിനാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ, മീരാബ ലുവാങ് മൈസ്നം, ആയുഷ് ഷെട്ടി എന്നിവർ അവസാന 8-ൽ പ്രവേശിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഔപചാരിക സ്വീകരണം നൽകി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ നേതൃത്വത്തിൽ കാൻബറയിലെ ഫെഡറൽ പാർലമെന്റ് ഹൌസിലാണ് ചടങ്ങ് നടന്നത്. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നത് ലക്ഷ്യമിട്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി രൂപം നൽകിയ പോർട്ടൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോക ശ്രദ്ധ ആകർഷിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശീതകാല സമ്മേളനത്തിന്റെ 3ാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ കഴിഞ്ഞ 8 വർഷങ്ങളിൽ വലിയ മാറ്റമുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.